നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. ഉദയശിവകുമാർ ഇൻഫ്ര ലിമിറ്റഡ് എന്ന ഒരു റോഡ് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ IPO വന്നിരിക്കുകയാണ്. അത് സൗത്ത് ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള ഈ റോഡ് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ IPO മാർച്ച് 20-ാം തീയതി മുതൽ 23-ാം തീയതി വരെയാണ് ഓപ്പൺ ആയിരിക്കുന്നത്. എന്തായാലും സൗത്ത് ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള ഈ റോഡ് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ IPO വളരെയധികം ശ്രദ്ധിക്കപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഈ IPOയുടെ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് കിടക്കാം. എല്ലാം തന്നെ ഫ്രഷ് ഓഹരികളാണ്, ഒന്നും തന്നെ ഓഫർ ഫോർ സെയിൽ ഇല്ല. അതുകൊണ്ട് ഈ കമ്പനിയുടെ ഇഷ്യൂവിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് നോക്കാം. ഉദയശിവകുമാർ ഇൻഫ്ര ലിമിറ്റഡ് എന്ന ഈ കമ്പനി ക്വാളിറ്റിയുടെ കാര്യത്തിൽ ISO സർട്ടിഫിക്കേഷൻസ്, ഒട്ടുമിക്ക സർട്ടിഫിക്കേഷൻസും ഉള്ളൊരു കമ്പനിയാണ്. മാത്രമല്ല ഇവരുടെ പ്രോജക്റ്റുകളെല്ലാം തന്നെ സ്റ്റേറ്റ് ഹൈവേകളും ഡിസ്ട്രിക്ട് റോഡ്സും പിന്നെ സ്മാർട്ട് റോഡ്സ്, നാഷണൽ ഹൈവേയുടെ മാത്രമല്ല PM സ്മാർട്ട് സിറ്റി കമ്മീഷൻ പ്രോജക്ട്സ് ഉണ്ട്. അതുമാത്രമല്ല ബൃഹത് ബാംഗ്ലൂരു മഹാനഗരപാലിക എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റിൽ പെടുന്ന റോഡുകൾ, പിന്നെ ലോക്കൽ താലൂക്ക് റോഡുകൾ, അങ്ങനെയൊക്കെയുള്ള സ്മാർട്ട് റോഡ്സിൻ്റെ കൺസ്ട്രക്ഷനിൽ ഒരു എക്സ്പേർട്ടാണ് ഈ ദാവൻകരെ ബേസ് ചെയ്തിട്ടുള്ള ഈ ഉദയ ശിവകുമാർ ഇൻഫ്ര ലിമിറ്റഡ് എന്നുള്ള ഈ കമ്പനി. അതായത് കർണാടക സ്റ്റേറ്റിൽ ഉൾപ്പെടുന്ന റോഡുകൾ, ബ്രിഡ്ജുകൾ, പിന്നെ ഇറിഗേഷൻ കനാലുകൾ, ഇൻഡസ്ട്രിയൽ ഏരിയ കൺസ്ട്രക്ഷൻ, ഇതെല്ലാം ചെയ്യുന്ന ഒരു കമ്പനി. കർണാടക സംസ്ഥാനത്ത് അതിൻ്റെ പരിസര പ്രദേശങ്ങളുമായിട്ട് ഏകദേശം 30ഓളം പ്രൊജക്റ്റുകൾ കമ്പനി ഇതിനകം തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതുകൂടാതെ ഉദയ ശിവകുമാറിൻ്റെ തന്നെ മറ്റൊരു എൻറ്റൈറ്റി ആയിട്ടുള്ള മെസ്സേഴ്സ് ഉദയ ശിവകുമാറുമായിട്ട് ചേർന്നുകൊണ്ട് അവരൊരു 25ഓളം ഓൺഗോയിങ് പ്രൊജക്ട്സും ഇപ്പോൾ നിലവിലുണ്ട്. പിന്നെ കൂടുതൽ വികസന പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ കൂടുതൽ വിശാലമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട് മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളുമായിട്ട് ചേർന്നുകൊണ്ട് കൂടുതൽ പ്രൊജക്റ്റുകൾ കമ്പനി ഏറ്റെടുക്കാനായിട്ട് ആലോചിച്ച് വരികയാണ്. ഉദയ് ശിവകുമാർ ഇൻഫ്ര ലിമിറ്റഡ് എന്നുള്ള ഈ കമ്പനി ഇപ്പോൾ 66 കോടിയുടെ ഈ ഇഷ്യൂ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചാൽ, അത് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ മൂലധനം സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് കൂടാതെ കമ്പനിയുടെ മറ്റ് ചെലവുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഇപ്പോൾ ഈ 66 കോടിയുടെ ഇഷ്യൂ നടത്തുന്നത്. ഉദയ് ശിവകുമാർ ഇൻഫ്രയുടെ പ്രീ ഇഷ്യൂ ഹോൾഡിംഗ്, ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ വളരെ അധികം രസകരമാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ, അതായത് ഉദയ് ശിവകുമാറിൻ്റെ കയ്യിൽ തന്നെയാണ് 98.97% ഓഹരികളും. അദ്ദേഹമാണ് ഇതിൻ്റെ പ്രൊമോട്ടർ. 1% ഓഹരികൾ അദ്ദേഹത്തിൻ്റെ പത്നി ശ്രീ അമൃതയുടെ കയ്യിലും ആണ്. ഇനി ഇതിൻ്റെ ഫിനാൻഷ്യൽ സൈഡ് നോക്കുകയാണെങ്കിൽ റവന്യൂ 2020 193.61 കോടി രൂപയായിരുന്നെങ്കിൽ ആ വർഷം അതിൻ്റെ അറ്റാദായം 10.49 കോടി രൂപയായിരുന്നു. അടുത്ത വർഷം 2021 ഈ റവന്യൂ 193 നിന്ന് 210.4 ആയപ്പോൾ അറ്റാദായം നെറ്റ് പ്രോഫിറ്റ് 9.32, ഒരല്പം കുറവ് അതിന് മുൻവർഷത്തെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. അതായത് അത് പല മെറ്റീരിയൽസിലും സംഭവിച്ചിട്ടുള്ള വില വർധനവാണ് അതിൻ്റെ കാരണമായിട്ട് പറയുന്നത്. പിന്നെ 2022 നോക്കുകയാണെങ്കിൽ റവന്യൂ 185.63 കോടി രൂപയാണ്. ഇവിടെ 210 ആയിരുന്നെങ്കിൽ ഇവിടെ 185.63 ആയിട്ട് ചെറിയൊരു കുറവ് ഇവിടെയും സംഭവിച്ചിട്ടുണ്ട്. നെറ്റ് ഇൻകത്തിൽ പക്ഷേ വർധനവാണ്. 12.15 കോടി രൂപയുടെ നെറ്റ് ഇൻകം ഇവിടെ കാണുന്നുണ്ട്. 2022 ഇതിൻ്റെ വാല്യുവേഷൻസ് EPS 3.33 PE റേഷ്യോ 9.91, 10.51. അതുപോലെ റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 17.78%. നെറ്റ് അസറ്റ് വാല്യൂ അല്ലെങ്കിൽ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 18.72 എന്നുമാണ് കാണുന്നത്. ഇനി കമ്പനിയുടെ അലോട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 10% ഓഹരികളാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുക്കുന്നത്, 30% ഓഹരികളാണ് HNIസിന് അലോട്ട് ചെയ്യുന്നത്. എന്നാൽ 60% ഓഹരികൾ റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നുണ്ട്. മിനിമം ഒരു ലോട്ട് റീറ്റെയിലേഴ്സിന് 428 ഓഹരികൾ വരും.
അതായത് 14,980 രൂപയാണ് അവർക്ക് ചിലവ് വരിക ഒരു ലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ. ഇനി അത് മാക്സിമം അപ്ലൈ ചെയ്യാവുന്നത് 13 ലോട്ട് വരെ ചെയ്യാം. 5,564 ഓഹരികൾ വരും. അപ്പോൾ എത്ര രൂപയാണെന്ന് ചോദിച്ചാൽ 1,94,740 രൂപ അവർക്ക് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി HNIസിന് 14 ലോട്ട് വരെ അപ്ലൈ ചെയ്യാം. 5,992 ഓഹരികൾ വരും. അപ്പോൾ 2,09,720 രൂപ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ബിഗ് HNIസ് 10 ലക്ഷത്തോളം രൂപ മുടക്കുന്നവർക്ക് 67 ലോട്ട് അപ്ലൈ ചെയ്യാം. 28,676 ഓഹരികൾ അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ 10,03,660 രൂപ വരും അവർക്ക് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട്. ഇനി ഇതിൻ്റെ അലോട്ട്മെൻറ്റ് മാർച്ച് 28-ാം തീയതിയാണ്. അതുപോലെ ഇത് ലിസ്റ്റ് ചെയ്യുന്നത് ഏപ്രിൽ 3-ാം തീയതി. ഇഷ്യൂ രജിസ്ട്രാറും മാസ് സർവീസസ് ലിമിറ്റഡും ഇതിൻ്റെ ലീഡ് മാനേജേഴ്സ് സഫ്രോൺ ക്യാപിറ്റൽ അഡ്വൈസേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയുമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഇഷ്യൂ ഡീറ്റെയിൽസ് ഒറ്റനോട്ടത്തിലൊന്ന് പരിശോധിക്കാം. മാർച്ച് 20-ാം തീയതി മുതൽ 23-ാം തീയതി വരെയാണ് ഈ ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ പ്രൈസ് ബാൻഡ് 33 രൂപ മുതൽ 35 രൂപ വരെയാണ്. വളരെ മികച്ച ഒരു പ്രൈസിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഇത് വളരെ ചെറിയൊരു ഇഷ്യൂ ആണ്. 66 കോടി രൂപ മാത്രമാണ് ഇവർ ഇഷ്യൂ വഴി സമാഹരിക്കുന്നത്. പിന്നെ ഓഫർ ഫോർ സെയിൽ ഒന്നും തന്നെ ഇല്ല, എല്ലാം തന്നെ ഫ്രഷ് ഓഹരികളാണ്. പിന്നെ മിനിമം ഒരു റീറ്റെയിലർ അപ്ലൈ ചെയ്യാവുന്നത് 428 ഓഹരികളാണ്. അപ്പോൾ 14,980 രൂപ അവർക്ക് മുടക്കേണ്ടതായിട്ട് വരും മിനിമം ലോട്ടിന്. 10 രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ. NSEയിലും BSEയിലും ഇത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. വളരെ മികച്ച ഒരു കമ്പനിയാണ്. മാത്രമല്ല ഇതിൻ്റെ പ്രൈസിങ് 35 രൂപ എന്ന് പറയുന്നത് വലിയ കൂടുതലല്ല. ഇത് ചെറിയ ഒരു ഇഷ്യൂ ആണ് എന്നതുകൊണ്ട് മികച്ചൊരു കമ്പനിയുടെ എന്നുള്ള നിലയിൽ ഒരു ലിസ്റ്റിംഗ് ഗെയിൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അപ്ലൈ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം. ഉദയശിവകുമാർ ഇൻഫ്ര ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഇഷ്യൂ ഡീറ്റെയിൽസ് കേട്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോയെ എല്ലാ രീതിയിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകൾ വളരെ വിലപ്പെട്ടതാണ്. തീർച്ചയായിട്ടും കമൻറ്റുകൾ ചെയ്യാൻ മടിക്കരുത്. നമുക്ക് ഇതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഉടൻ തന്നെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.